ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു മൊബൈലിലൂടെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ mxplayer യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില സമയം mxplayerൽ ഏതെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാണുന്ന പോലെയുള്ള എറർ മെസ്സേജ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ എറർ മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കിത് ഈസിയായി സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഫയൽ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ mxplayer ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ mxplayer ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ കാണുന്ന ഒരു 3 ഡാഷ് കണ്ടോ, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് ആ ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ 3 ഡാഷ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയം എനിക്ക് ഇത്രയും ഓപ്ഷൻസൊക്കെ ഇവിടെ കാണാം. ഇതിൽ ഞാൻ ചെയ്യേണ്ടത് ഏറ്റവും താഴോട്ട് പോവാം. ആ ലീഗൽ എന്ന് പറഞ്ഞിട്ടുള്ളതിന് തൊട്ട് മുകളിലുള്ള, അതായത് താഴെ നിന്ന് മൂന്നാമതുള്ള സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ അടുത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും ഓപ്ഷൻസ് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടാവും. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത് ലോക്കൽ പ്ലെയർ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനാണ് കേട്ടോ. അതായത് സെറ്റിങ്സിന് തൊട്ട് താഴെ കാണുന്ന ലോക്കൽ പ്ലെയർ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. ആ സമയം നമുക്കിവിടെ ഇത്രയും സെറ്റിംഗ് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ അടുത്തായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് എനിക്ക് മൂന്നാമത് കാണുന്ന ഓപ്ഷനായ ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഡീകോഡർ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രയും ഓപ്ഷൻസ് ഇവിടെ വീണ്ടും വരുന്നുണ്ടാവും. ഇതിൽ ഞാൻ കുറച്ച് താഴോട്ട് പോവുക, കാരണം മുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഡീകോഡറാണ്. അതൊന്നും നമുക്കിവിടെ മാറ്റേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ വയ്ക്കാം. സോഫ്റ്റ്വെയർ ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം ഇവിടെ കണ്ടോ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഈ മൊത്തമായിട്ട് നോക്കുക. ഇതിൽ ചിലപ്പോൾ എല്ലാം ഡിസേബിൾ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന SW ഡീകോഡർ ലോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടോ, അത് ഞാൻ ഇതുപോലെ ടിക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളുടെ ലോക്കൽ ഫയൽസ് നമ്മൾ പ്ലേ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വന്നതെന്നുണ്ടെങ്കിലാണ് ഇത് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഓൺലൈനിലൂടെ, അതായത് OTT പ്ലാറ്റ്ഫോം ആണല്ലോ ഈ ഒരു mxplayer എന്ന് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ അതിലൂടെ നിങ്ങൾ മൂവീസൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂ വരുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തൊട്ടടുത്ത് കാണുന്ന രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾ ലോക്കലായിട്ട് മാത്രമേ പ്ലേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ മുകളിലത്തെ മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ മൂന്നാമത് കണ്ടോ, മൂന്നാമത്തെയും കൂടെ നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം എന്നാലേ നിങ്ങൾക്ക് ഓഡിയോവും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ കാണുന്ന, അതായത് സോഫ്റ്റ്വെയർ ഡീകോഡറിന് താഴെയുള്ള ആദ്യത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻസ് നിങ്ങളൊന്ന് ടിക്ക് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത്രയും ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ബാക്കിലോട്ട് പോകാം. ഇതുപോലെ ബാക്കിലോട്ട് പോയിട്ട് നിങ്ങളുടെ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണ്ട് ഓപ്പൺ ദിസ് ഫയൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ആ ഒരു ഫയൽ ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇനിയും കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ടൊന്ന് പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് mxplayer എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ പഴയ വേർഷനാണ് mxplayer എന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായി വർക്കാവണമെന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഫോൺ, എന്നിട്ട് വീണ്ടും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്പൺ ആവേണ്ടതാണ്. ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇതേ എറർ മെസ്സേജാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 റീസൺ കാരണമായിരിക്കും ഇത് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത ഫയൽ കറപ്റ്റഡ് ഫയലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഡൗൺലോഡിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണിച്ചിരിക്കാം. ഉദാഹരണത്തിന് ഒരു 1.5 GB ഫയലാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതെന്ന് വയ്ക്കുക. പക്ഷേ 1.25 GB അത് നിന്നുപോയി. അങ്ങനെയുള്ള ഫയലാണ് നിങ്ങൾ എടുത്ത് ഈ ഒരു mxplayerലൂടെ പ്ലേ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതേ എറർ മെസ്സേജ് കാണിച്ചു വന്നിരിക്കും. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണും mxplayerമായിട്ട് കറക്റ്റ് കോമ്പാറ്റബിൾ ആയിരിക്കില്ല. ഈ ഒരു കേസിലും പലർക്കും ഇതുപോലെയുള്ള എറർ മെസ്സേജസ് വരാറുണ്ട്. ഉദാഹരണത്തിന് കുറച്ച് പഴകിയ ഫോണുകൾ, ഇപ്പോൾ സാംസങ്ങിൻ്റെ കുറച്ച് പഴയ മോഡൽ പല ഫോണുകളിലും ഈ ഒരു ഇഷ്യൂ കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞു തന്ന സ്റ്റെപ്സൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയായി തന്നെ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അതൊന്ന് രേഖപ്പെടുത്തുക. ഇനി ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് നിങ്ങൾക്ക് വർക്കായി എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.